കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യയിൽ വലിയ അനിശ്ചിതത്വം നിലനിന്ന ഒരു ദിവസമാണ്. ഭയങ്കര ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നിലനിന്ന ദിവസമാണ്. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കണ്ട ദിവസമായിരുന്നു. എന്നാൽ സമ്പൂർണ്ണ യുദ്ധമെന്ന് തോന്നിപ്പിച്ച ദിവസം പിന്നിട്ട് വെടിനിർത്തലിലേക്ക് പശ്ചിമേഷ്യ തിരിച്ചെത്തിയ ആശ്വാസമാണ് ഇന്നുള്ളത്. ട്രംപിന്റെ അഭ്യർത്ഥന മാനിച്ച ആദ്യം ഇറാനാണ് പിൻവാങ്ങിയത്. വെടിനിർത്തൽ കരാർ പാലിക്കുമെന്ന് വ്യക്തമാക്കി ഇസ്രയേൽ കൂടി രംഗത്ത് വന്നതോടെയാണ് മേഖലയിൽ താൽക്കാലിക ആശ്വാസമുണ്ടാകുന്നത്. ഇറാനുമായുള്ള ചർച്ചകളിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ച ട്രംപ് 2 ആഴ്ചയ്ക്കുള്ളിൽ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തും ചർച്ചകൾ എന്ന് അവകാശപ്പെടുന്നത് കൂടി ഇന്ന് കണ്ടു. എന്നാൽ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും പ്രകോപനം തുടരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ വിശദമായി ഇന്ന് പരിശോധിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലേക്ക് നേരത്തെ പറന്ന 4 വൺവേ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സേന തകർക്കുന്നു കഴിഞ്ഞ ആഴ്ച. അതിനെ തുടർന്ന് ഖേഷം, സിരിക് ദ്വീപുകളിൽ അമേരിക്ക ആക്രമണം നടത്തുന്നു. ഇതിനുള്ള പ്രത്യാക്രമണം എന്ന നിലയിൽ കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ സംഭവ ബഹുലമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം. പിന്നാലെയാണ് ലെബനനിലെ വെടിനിർത്തൽ കരാർ ലംഘനത്തിനെതിരെ ഇസ്രയേലിലേക്ക് ഇറാൻ ആക്രമണം അഴിച്ചുവിടുന്നത്. പിന്നാലെ ഇറാനിലെ തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ ഒരു പകലിനും രാത്രിക്കും ശേഷമാണ് വെടിനിർത്തലിലേക്ക് ഇരു രാഷ്ട്രങ്ങളും മടങ്ങിയിരിക്കുന്നത്. ഇതിൽ നിർണായകമായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ്. ഉടനടി വെടിനിർത്തൽ ഉറപ്പുവരുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് ഇരുപക്ഷവും ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞത്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഇസ്രയേൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇക്കാര്യം അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിനോടാണ് ട്രംപ് വെളിപ്പെടുത്തിയത്. ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെപ്പറ്റി അമേരിക്കയെ അറിയിച്ചത് അവസാന നിമിഷമായിരുന്നു എന്ന് ട്രംപ് പറയുന്നു. ഇന്നലെ ട്രംപിന്റെ നിർദ്ദേശം ആദ്യം ഏറ്റെടുത്ത് ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങിയത് ഇറാനാണ്. വെടിനിർത്തലിലേക്ക് മടങ്ങുകയാണെന്നും ഇസ്രയേൽ ലെബനനിൽ തുടർന്നും ആക്രമണം നടത്തിയാൽ ഇസ്രയേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ ശക്തമായി പുനരാരംഭിക്കുമെന്നുമായിരുന്നു ഇറാൻ വ്യക്തമാക്കിയത്. ഇസ്രയേലും സമാന രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ പാലിക്കുകയാണെന്നും എന്നാൽ ഇറാൻ വീണ്ടും ആക്രമിക്കാൻ മുതിർന്നാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഔദ്യോഗിക എക്സ് അക്കൌണ്ടിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ടെഹ്റാനിലെ ഭീകര ഭരണകൂടത്തിന് മേൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അവർ ആക്രമണം നിർത്തിയെന്നും നിലവിൽ ഇസ്രയേലും വെടിനിർത്തൽ പാലിക്കുകയാണെന്നുമാണ് നെതന്യാഹു പറയുന്നത്. 1 വർഷം മുൻപ് ഇസ്രയേലിനെ ആണവ ബോംബുകൾ ഉപയോഗിച്ച് നശിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ പ്രതിരോധ ആക്രമണത്തിലൂടെ തകർത്തതായി നെതന്യാഹു അവകാശപ്പെട്ടു. ഇറാനെ ഒരിക്കലും ആണവായുധം കൈവശം വെക്കാൻ അനുവദിക്കില്ല എന്ന് നെതന്യാഹു ആവർത്തിച്ചു. 10,000-കണക്കിന് ഭീകരരുമായി ഗലീലെ ആക്രമിക്കാനും 1.5 ലക്ഷത്തോളം മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ നഗരങ്ങളെ തകർക്കാനും ഹിസ്ബുള്ള പദ്ധതിയിട്ടിരുന്നു. ഹസൻ നസ്രള്ളയെ വധിച്ചുകൊണ്ട് ആ ഭീഷണി ഇല്ലാതാക്കിയതായി നെതന്യാഹു അവകാശപ്പെട്ടു. ദക്ഷിണ ലെബനനിലെ ബ്ലൂഫോർട്ട് റിഡ്ജിലുള്ള ഹിസ്ബുള്ളയുടെ ഭൂഗർഭ തുരങ്കങ്ങൾ തകർക്കുന്നത് ഇസ്രയേൽ സൈന്യം ഇപ്പോഴും തുടരുകയാണ് എന്ന് നെതന്യാഹു പറയുന്നു. ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയപ്പോഴാണ് ബെയ്റൂട്ടിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ താൻ ഉത്തരവിട്ടത്. ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ അവരുടെ സൈനിക സാമ്പത്തിക കേന്ദ്രങ്ങളെ തകർക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായും നെതന്യാഹു പറയുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ നല്ല ചർച്ചകളെ ബഹുമാനത്തോടെയും നന്ദിയോടെയും കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു പ്രസ്താവന അവസാനിപ്പിച്ചത്. ട്രംപും നെതന്യാഹുവും തമ്മിൽ കടുത്ത ഭിന്നത എന്ന റിപ്പോർട്ടുകൾക്കും കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങിയാൽ ഇസ്രയേൽ ഇനി ഒറ്റയ്ക്കായിരിക്കുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകിയെന്ന വാർത്തകൾക്കുമിടെയാണ് നെതന്യാഹുവിന്റെ ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രതികരണം വരുന്നത്. ഒപ്പം വെടിനിർത്തൽ ആണ്, പക്ഷേ ഏത് നിമിഷവും ഇറാന്റെ പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടി ഉറപ്പാണ് എന്ന ഒരു ഭീഷണി കൂടി ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ലെബനൻ തങ്ങളുടെ ലക്ഷ്യം തന്നെ ആയിരിക്കും എന്നും നെതന്യാഹു വ്യക്തമാക്കുന്നത് ആ പ്രസ്താവനയിൽ, ആ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിന് തുടർന്ന് ഒരു താൽക്കാലിക സമാധാനം എന്ന നിലയിൽ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ട് എങ്കിൽ പോലും തെക്കൻ ലെബനനിൽ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ ആക്രമണത്തിന് ഒരു കുറവും വരുത്തുന്നില്ല.
ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 3 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. തെക്കൻ ലെബനനിലെ നഗരമായ ടൈർ ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് ഇസ്രയേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ളയാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നും വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഇത് എന്നുമാണ് ഇസ്രയേലിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ആളുകളോട് ഒഴിഞ്ഞു പോകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വലിയ ആശങ്ക ഇപ്പോഴും ഉണ്ടാക്കുകയാണ്. ഇറാൻ യുദ്ധം 4ാം മാസത്തിലേക്ക് കടക്കവേ പശ്ചിമേഷ്യയെ കൂടുതൽ യുദ്ധഭീതിയിലാഴ്ത്തി ഇസ്രയേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യമനിലെ ഹൂതി സായുധ സംഘം. നിലവിലെ സംഘർഷങ്ങൾ കാരണം ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിലേക്കുള്ള പ്രധാന ബദൽ സമുദ്രപാതയായ ചെങ്കടലിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ അനുകൂലികളായ ഹൂതികളുടെ പുതിയ നീക്കം. ഇതും വലിയ ആശങ്ക ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ചരക്ക് നീക്കം തടസ്സപ്പെട്ടു എന്നതാണ്. എണ്ണ വ്യാപാരത്തിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം 146 രാഷ്ട്രങ്ങളാണ് ഈ 4 മാസത്തിനിടയിൽ പല തവണ എണ്ണവില വർദ്ധിപ്പിക്കേണ്ടുന്ന സാഹചര്യം നേരിട്ടത്. വലിയ രീതിയിലുള്ള ദൗർലഭ്യം നേരിടുന്നത്, ഒപ്പം പാചകവാതകത്തിന്റെ ദൗർലഭ്യം നേരിടുന്നു. നമ്മളുടെ അടുക്കളകളെ പോലും 1 മാസത്തിനിടെ തന്നെ ഈ യുദ്ധം അഫക്റ്റ് ചെയ്തിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. അപ്പോൾ അവിടെ കൂടുതൽ നീക്കങ്ങൾ ഇറാൻ അനുകൂല പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ ഹൂതികളുടെ ഈ നീക്കം കൂടി മനസ്സിലാക്കുന്നത്. അത് വലിയ പുതിയ ആശങ്കയായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം തന്നെ സമ്പൂർണ്ണ വിജയം ഉടൻ ഉണ്ടാകും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കാണുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനുമേൽ സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിക്കും എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ ഭാഗത്തു നിന്ന് വളരെ അനുകൂലമായ പ്രതികരണങ്ങളാണ് ചർച്ചകളിൽ ലഭിക്കുന്നത് എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ചർച്ചകൾ നടന്നു വരികയാണെന്നും ഇറാനെ വളരെ നല്ലൊരു കരാറിലെത്താൻ താൽപര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നുവെന്നും ട്രംപ് പറയുന്നു. തങ്ങൾക്കെല്ലാം നൽകാൻ അവർ തയ്യാറാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് സമ്മതിക്കാൻ വരെ ഇറാൻ തയ്യാറായിട്ടുണ്ട് എന്നതാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നതാണ് ഇറാൻ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ട്രംപിന്റെ അവകാശവാദം മറിച്ചാണ്. ചർച്ച വിജയകരമായി പൂർത്തിയാകുന്നതോടെ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യം പൂർണ്ണ വിജയം പ്രഖ്യാപിക്കും എന്നതാണ് ട്രംപ് പറയുന്നത്. ഇതിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിയുമെന്ന പ്രഖ്യാപനവും ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് വിജയം കൈവരിക്കുക എന്നതിനെക്കുറിച്ച് വിശദമാക്കാൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനൊന്നും അദ്ദേഹം തയ്യാറായിട്ടില്ല. എത്രയും വേഗം ഒരു കരാറിന് ഇറാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അപ്പോൾ അതിന് മറുപടിയായി ട്രംപ് പറയുന്നത് അവർ ശക്തരും അഭിമാനികളുമായ ജനതയാണ്. നിലവിൽ അവർക്ക് മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാലാണ് കഠിനമായ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നതെന്നാണ് ട്രംപ് ഇതിന് മറുപടിയായി പറഞ്ഞത്. ഇതിന് അല്പം സമയമെടുക്കുമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് 2 ആഴ്ചത്തെ സമയമാണ് ട്രംപ് പറയുന്നത്. അതിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് സമാധാനത്തിലേക്ക് നീങ്ങും, കരാറിലേക്ക് എത്താൻ പറ്റും, ഈ യുദ്ധം ജയിക്കാൻ പറ്റും എന്ന ഒരു ആത്മവിശ്വാസമാണ് ട്രംപ് പുലർത്തുന്നത്. നമുക്കറിയാം ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് ഇസ്രായേൽ നീങ്ങുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഒരു വിജയം അവകാശപ്പെട്ടുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത തേടുകയാണ് അമേരിക്ക. അതിനായി ഒരു കരാറിലേക്ക് ഇറാനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വിഘാതമാകുന്നത് ഇസ്രായേലിന്റെ നിലപാടുകളാണ്. എന്തായാലും ഇസ്രായേലിനുമായി നെതന്യാഹുവുമായി ട്രംപ് അകലുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഭീഷണികൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും നെതന്യാഹുവിനെ ഫോണിൽ ബന്ധപ്പെട്ട് ട്രംപ് കാര്യങ്ങൾ വിശദീകരിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. അതാണ് അവസാനം വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. താൽക്കാലിക വെടിനിർത്തലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അപ്പോഴും ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ലെബനനിലെ സമാധാനം കൂടി പുതിയ സമാധാന കരാറിൽ ഉൾപ്പെടണം എന്നത് ഇറാന്റെ നിർദ്ദേശമാണ്. അത് ലംഘിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ലെബനനിൽ ഇസ്രായേലിന്റെ പ്രകോപനം ഇപ്പോൾ തുടരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എന്താകും, ട്രംപ് വിചാരിക്കുന്നത് പോലെ ഒരു കരാറിലേക്ക് ഉടൻ എത്താൻ പറ്റുമോ എന്നതിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സമാധാന കരാറിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ട്രംപ്. എന്നാൽ ലെബനനിൽ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കരാറിനില്ല എന്ന ശക്തമായ നിലപാട് ഇറാൻ ഒരു ഭാഗത്ത് സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും മേഖലയിലെ സമ്പൂർണ്ണ സമാധാനം ഉറപ്പാക്കണമെന്നതാണ് ഇറാന്റെ ആവശ്യം. അതിന് ലെബനൻ കൂടി ഈ സമാധാന കരാർ
കരാറിന്റെ ഭാഗമാകണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. യുദ്ധം 4ാം മാസത്തിലേക്ക് കടക്കവേ പശ്ചിമേഷ്യയിലെ കൂടുതൽ യുദ്ധഭീതിയിലാഴ്ത്തി ഇസ്രയേൽ കപ്പലുകൾക്ക് ചെങ്കടലിലും പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ച് യമനിലെ ഹൂതി സായുധ സംഘം കൂടി രംഗത്ത് വരുന്നത് ലോകരാഷ്ട്രങ്ങൾ കടുത്ത വെല്ലുവിളിയായി തന്നെയാണ് കാണുന്നത്. എന്തായാലും പ്രശ്നം പരിഹരിക്കുക എന്നതാണ് വേണ്ടത്, സമാധാന ചർച്ചകൾ നടക്കുക എന്നതാണ് വേണ്ടത്. അതിനുള്ള വഴി ഒരുങ്ങുമോ, ട്രംപ് തന്നെ അതിന് നേതൃത്വം നൽകുമോ, അതൊരു സമാധാന കരാറിലേക്ക് ട്രംപ് തന്നെ പറയുന്നത് പോലെ 2 ആഴ്ചയ്ക്കുള്ളിൽ എത്തുമോ എന്നത് കാത്തിരുന്ന് കാണാം.